എന്തു ചെയ്യണമെന്നറിയാതെ അതീവ ദുഃഖത്തോടെ ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചു. അപ്പോൾ സഖി എന്ന ഒരു വിളി അവൾ കേട്ടു. അവൾക്ക് ഇമകൾ തുറക്കാതെ തന്നെ ആ വിളിയുടെ ഉടമസ്ഥൻ ആരാണെന്നറിയാം. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. ദ്രൗപദിയെ കൃഷ്ണൻ സഖി എന്നാണ് സംബോധന ചെയ്യുന്നത്. കൃഷ്ണനും ദ്രൗപദിയും ആത്മാർത്ഥ സൗഹൃദം പങ്കുവയ്ക്കുന്നവരാണ്. രക്തബന്ധത്തേക്കാൾ അതീവ ദൃഢതയാണ് അവരുടെ സൗഹൃദത്തിന്. ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് കറകളഞ്ഞ സൗഹൃദത്തിന്റെ ആഴവും പരപ്പുമാണ്. ദ്രൗപദി ഏതൊക്കെ വിഷമഘട്ടത്തിൽ പെട്ടുവോ അപ്പോഴൊക്കെയും കൃഷ്ണൻ തൻ്റെ സുഹൃത്തിൻ്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ആരാണോ അവരല്ലേ നമ്മുടെ യഥാർത്ഥ മിത്രവും ബന്ധുവും. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മിൽ നിന്ന് ഓടി ഒളിക്കുന്നവർ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ മിത്രമോ ബന്ധുവോ ആയിരിക്കില്ല. ഈ ഒരു തത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. സഖി, എനിക്ക് നന്നായി വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരൂ. അപ്പോൾ അത്യധികമായ ദുഃഖത്തോടെ ദ്രൗപദി പറഞ്ഞു, ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ, എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുളി കഴിഞ്ഞു വരുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദുർവാസാവ് മഹർഷിയുടെ വിശപ്പിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ തരൂ. അതീവ ദുഃഖിതയായി നിൽക്കുന്ന ദ്രൗപദിയെ കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ആ അക്ഷയപാത്രത്തിൽ ഒരു ചീരയില ഇരിപ്പുണ്ടല്ലോ, അതൊരു പാത്രത്തിലാക്കി ഒരു ഗ്ലാസ് വെള്ളവും കൂടി തരൂ. ഒരു ചീരയിലയുടെ ഒരു ചെറിയ അംശം മാത്രമായിരുന്നു അത്. ശ്രീകൃഷ്ണ ഭഗവാൻ അത് ആസ്വദിച്ചു കഴിച്ചു, വെള്ളവും കുടിച്ചു. അതിനുശേഷം അദ്ദേഹം തൃപ്തനായി മടങ്ങി. ഇതേ സമയം കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസാവ് മഹർഷിയുടെയും ശിഷ്യന്മാരുടെയും വയർ വല്ലാതങ്ങ് നിറഞ്ഞു. അമിത ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയർ നിറയില്ലേ, അതുപോലെ തന്നെ അവർ പെട്ടെന്ന് തന്നെ കുളി മതിയാക്കി കരയ്ക്ക് കയറി. ദുർവാസാവ് മഹർഷി തൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ കളിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം നേരെ പാണ്ഡവരുടെ അടുത്തെത്തി ദ്രൗപദിയെ കണ്ട് അനുഗ്രഹിച്ച് ശിഷ്യഗണങ്ങളുമായി യാത്രയായി.